നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഒരു രാജ്യം നിർമ്മിച്ച പാലം മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റ് തുറക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ഇത് പറഞ്ഞപ്പോഴേ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആള് സാക്ഷാൽ ട്രംപ് ആകുമെന്ന് തോന്നിക്കാണില്ലേ? അതെ, ഈ ഒരു സംഭവം നടക്കുന്നത് ഇപ്പോൾ കാനഡയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതാ തന്റെ തനി സ്വരൂപം വീണ്ടും പുറത്തെടുത്തിരിക്കുകയാണ്. വർഷങ്ങളോളം കാത്തിരുന്ന നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു മെഗാ പ്രൊജക്ട്, കാനഡയും അമേരിക്കയും തമ്മിലുള്ള ഗോർഡി ഹവേ ഇന്റർനാഷണൽ ബ്രിഡ്ജ് ഉദ്ഘാടനത്തിന് തൊട്ടുമുമ്പ് ട്രംപ് തടയുകയാണ്. ഈ പാലം അത്ര പെട്ടെന്ന് തുറക്കണ്ട എന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. എന്താണ് ഈ ഗോർഡി ഹവേ ബ്രിഡ്ജ് വിവാദം? എന്താണ് ട്രംപിന്റെ ആ ഒരു $1 ബില്യൺ ഡിമാൻഡ്? കാനഡയിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയോട് ട്രംപ് ഇത്ര കടുപ്പത്തിൽ പെരുമാറാൻ കാരണം എന്താണ്? പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ പാലത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. കാനഡയിലെ വിൻസർ, അമേരിക്കയിലെ ഡെട്രോയിറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഏകദേശം $6.4 ബില്യൺ, ഏകദേശം 53,000 കോടി ഇന്ത്യൻ രൂപ ഇത് ചിലവിട്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഈ തുക മുഴുവൻ മുടക്കിയത് കാനഡ ഗവൺമെന്റ് ആണ്. 2018 തുടങ്ങിയ ഈ വമ്പൻ പ്രോജക്റ്റ് ഇപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജിലാണ്. ഈ വർഷം തന്നെ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനിരിക്കുന്നതാണ്. നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലമാണ് ഇത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ ഒരു ബോംബ് ഇട്ടിരിക്കുകയാണ്. ട്രംപിന്റെ വാദം ഇങ്ങനെയാണ്: കാനഡ വർഷങ്ങളായി അമേരിക്കയെ അന്യായമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ പാലത്തിന്റെ പകുതി ഓണർഷിപ്പ് അമേരിക്കയ്ക്ക് വേണം. കൂടാതെ കാനഡ നൽകേണ്ട നഷ്ടപരിഹാരങ്ങൾ കൃത്യമായി തന്നില്ല എങ്കിൽ ഈ പാലം തുറക്കാൻ ഞാൻ അനുവദിക്കില്ല. ട്രംപ് ഉന്നയിക്കുന്ന പ്രധാന പോയിന്റുകൾ ഇവയാണ്. ഒന്നാമതായിട്ട് ഓണർഷിപ്പ് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് പാലം നിർമ്മിച്ചത് കാനഡ ആണെങ്കിലും അമേരിക്കൻ മണ്ണിലാണ് ഇതിന്റെ ഒരു ഭാഗം നിൽക്കുന്നതും. ഇത് ഉപയോഗിക്കുന്നത് വഴി കാനഡ വലിയ ലാഭം ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇതിന്റെ അറ്റ്ലീസ്റ്റ് 50%, അതായത് പകുതിയെങ്കിലും ഉടമസ്ഥാവകാശം അമേരിക്കയ്ക്ക് വേണം. അടുത്തതായിട്ട് ട്രംപ് പറയുന്നത് അമേരിക്കയിൽ നിന്നുള്ള മദ്യം കാനഡയിലെ ഷെൽഫുകളിൽ വെക്കാൻ അനുവദിക്കില്ല. അമേരിക്കയോടുള്ള ഈ അവഗണന ഇനി നടക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. പിന്നെ പാലം നിർമ്മാണത്തിൽ അമേരിക്കൻ സ്റ്റീലോ മറ്റു സാധനങ്ങളോ കാര്യമായി ഉപയോഗിച്ചിട്ടില്ല എന്നും ട്രംപ് പരാതിപ്പെടുന്നു. ഒബാമ ഭരണകൂടം നൽകിയ ചില ഇളവുകൾ കാരണമാണ് കാനഡ ഇങ്ങനെ ചെയ്തത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇതിലൊക്കെ ഉപരിയായി ട്രംപിനെ ചൊടിപ്പിച്ചത് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നതാണ്. ചൈന കാനഡയെ ജീവനോടെ തിന്നും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ചൈനയുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ കാനഡയ്ക്ക് 100% താരിഫ് ഏർപ്പെടുത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിലും വിചിത്രമായ ഒരു കാര്യം ട്രംപ് പറഞ്ഞത്, ചൈനയുമായി കരാറിൽ ഏർപ്പെട്ടാൽ കാനഡയിലെ ഹോക്കി കളി പോലും ഇല്ലാതാകുമെന്നും ഐതിഹാസികമായ സ്റ്റാൻലി കപ്പ് കാനഡയ്ക്ക് നഷ്ടമാകുമെന്നുമാണ്. ഒരു രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദത്തെ പോലും ഈ ട്രേഡ് വാറിലേക്ക് ട്രംപ് വലിച്ചിഴിച്ചിരിക്കുകയാണ്. കാനഡയും അമേരിക്കയും നല്ല അയൽക്കാരാണെന്ന് നമ്മൾ കരുതുമെങ്കിലും ചരിത്രം പരിശോധിച്ചാൽ ഇവർ പലപ്പോഴും ശത്രുക്കളെ പോലെ പെരുമാറിയിട്ടുണ്ട്. ട്രംപ് ആദ്യമായി അധികാരത്തിൽ വന്നപ്പോഴും കാനഡയെ ശരിക്കും വിറപ്പിച്ചിരുന്നു. 2018 സ്റ്റീൽ തർക്കം. അന്ന് കാനഡയിൽ നിന്നുള്ള സ്റ്റീലിനും അലുമിനിയത്തിനും ട്രംപ് വലിയ തോതിൽ താരിഫ് ഏർപ്പെടുത്തി. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് പറഞ്ഞാണ് അയൽരാജ്യമായ കാനഡയെ ട്രംപ് അന്ന് പൂട്ടിയത്. ഇതിന് മറുപടിയായി കാനഡ അമേരിക്കൻ മദ്യത്തിനും ചീസിനും ടാക്സ് കൂട്ടുകയും ചെയ്തു. പിന്നെ പാൽ ഉൽപ്പന്നങ്ങളിലെ തർക്കമായിരുന്നു. കാനഡയുടെ ഡയറി ഫാർമേഴ്സിനെ സഹായിക്കുന്ന നിയമങ്ങൾ അമേരിക്കൻ കർഷകർക്ക് വിനയാകുന്നു എന്നാണ് ട്രംപിന്റെ മറ്റൊരു പ്രധാന പരാതി. കാനഡയിലെ ഈ ഒരു സപ്ലൈ മാനേജ്മെന്റ് മാറ്റാൻ ട്രംപ് വർഷങ്ങളായി സമ്മർദ്ദം ചെലുത്തുന്നു. പിന്നെ കീസ്റ്റൺ എക്സൽ പൈപ്പ് ലൈൻ. കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് എണ്ണ എത്തിക്കുന്ന വമ്പൻ പൈപ്പ് ലൈൻ പദ്ധതിയായ കീസ്റ്റൺ എക്സൽ ഇത് പരിസ്ഥിതി പ്രശ്നങ്ങൾ പറഞ്ഞ് ജോ ബൈഡൻ റദ്ദാക്കിയിരുന്നു. ഇത് കാനഡയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. എന്നാൽ ട്രംപ് ഇപ്പോൾ പുതിയ പാലം തടയുമെന്ന് പറയുമ്പോൾ പഴയ തർക്കങ്ങളെല്ലാം വീണ്ടും പുകഞ്ഞു തുടങ്ങുകയാണ്. അതുപോലെ 1980-കൾ മുതൽ മരത്തടികളുടെ വ്യാപാരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ നിയമയുദ്ധം നടക്കുന്നുണ്ട്. കാനഡ കുറഞ്ഞ വിലയ്ക്ക് മരം വിൽക്കുന്നത് അമേരിക്കൻ മര വ്യവസായത്തെ തകർക്കുന്നുവെന്നായിരുന്നു പരാതി. ഇനി ഇപ്പോഴത്തെ പാലത്തിന്റെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ കാനഡയെ സംബന്ധിച്ചിടത്തോളം ഈ പാലം അവരുടെ അഭിമാനമാണ്. കഴിഞ്ഞ 10 വർഷത്തെ പ്രയത്നമാണിത്. മിഷിഗൺ ഗവർണർ ഉൾപ്പെടെയുള്ള US നേതാക്കളും ട്രംപിന്റെ ഈ നീക്കത്തെ വിമർശിക്കുന്നുണ്ട്. ഇത് വെറും ഒരു സ്പീഡ് ബമ്പ് മാത്രമാണെന്നും പാലം കൃത്യസമയത്ത് തന്നെ തുറക്കുമെന്നും വിൻസർ മേയർ ഡ്രൂ ഡിൽക്കിൻസ് പ്രതികരിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനം വന്നതോടെ കാനഡയിലും മിഷിഗണിലും വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. മിഷിഗൺ ഗവർണർ ഗ്രഷൻ വിറ്റ്മർ പറഞ്ഞത്, ഈ ഒരു പാലം മിഷിഗണിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും അതുപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കും ഗുണകരമാകുമെന്നും ഇത് എന്തായാലും തുറക്കുമെന്നുമാണ്. ഇനി ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ പാലത്തിലേക്കുള്ള ട്രക്കുകൾ തടയാനോ കസ്റ്റംസ് പരിശോധനകൾ നിർത്തിവെക്കാനോ ട്രംപിന് സാധിക്കും. ഇങ്ങനെ സംഭവിച്ചാൽ വടക്കേ അമേരിക്കയിലെ വ്യാപാര മേഖല ആകെ തകരും. ഇമ്മീഡിയറ്റ് നെഗോസിയേഷൻസ് വേണമെന്നാണ് ട്രംപിന്റെ നിലപാട്. അതായത് കാനഡയ്ക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ലാതെ വേറെ വഴിയൊന്നും ഇല്ല എന്നർത്ഥം. മൊത്തത്തിൽ നോക്കിയാൽ വെറും ഒരു പാലത്തിന്റെ കഥയല്ല ഇത്.
ആഗോള വ്യാപാരത്തിൽ അമേരിക്ക തന്റെ ആധിപത്യം ഉറപ്പിക്കാൻ നടത്തുന്ന വലിയൊരു നീക്കത്തിന്റെ ഭാഗമാണിത്. കാനഡയുടെ പണം കൊണ്ട് പണിത പാലം അമേരിക്കയ്ക്ക് കൂടി എഴുതി നൽകാൻ മാർക്ക് കാർണി തയ്യാറാകുമോ? അതോ ട്രംപിന്റെ ഈ ഭീഷണിക്ക് മുന്നിൽ കാനഡ മുട്ടുമടക്കുമോ? എന്തായാലും ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ കാനഡയ്ക്കും ബാക്കി ലോകത്തിനും ഒട്ടും സമാധാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പായി. ഒരു പാലത്തെ ചൊല്ലി തുടങ്ങുന്ന ഈ തർക്കം ലോക വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.